ഹലോ, വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട മാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നീ കുറെ പേര് ജോയിൻ ചെയ്യാനുണ്ടോ? ഹലോ, കേൾക്കണില്ലേ? ഹലോ മാഡം. വീഡിയോ ഓൺ ചെയ്യും ആരും. വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ? കേക്കാം മിസ്സേ. ഒരാൾ മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. ഹലോ, ഹലോ, പറയൂ. റഹീമ മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ വീഡിയോ. വേറെ ആരെയും കാണുന്നില്ല. രേഷ്മ, മൂസിന, എല്ലാരും ഒന്ന് കാണട്ടെ. നുസൈബ, നുബയ്യ, സംഗീത, ആരും എന്താ ഓൺ ചെയ്യാത്ത? അർച്ചന,
അഞ്ജലി, ഹൃതിക, മൂസിന, നുസൈബ, ആയിഷ, സഹ്ബാന, സഫ്വാന, സ്ക്രീന് കാണുന്നില്ലേ? Yes, ma'am. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങല്ലേ? Yes, mister. അപ്പൊ ഇന്ന് നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, എക്സാമിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അത് ആവശ്യമില്ലല്ലോ. അതിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ ഇൻട്രൊഡക്ഷൻ ആ ഭാഗത്തുള്ള ചെറിയൊരു പോർഷൻ ഇതിന്റെ ഫസ്റ്റിൽ പറയുന്നുണ്ട്. ഈ കിങ്ഡംസ്, ക്ലാസിഫിക്കേഷൻസ് അങ്ങനത്തെ ഒക്കെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് അതിൽ തുടങ്ങാം. കാരണം അതിലുള്ള ഒരു ഭാഗമാണ് കിങ്ഡംസ്, മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ ആൻഡ് ഫഞ്ചൈ ഒക്കെ. അപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. അപ്പോ സെക്കൻഡ് ചാപ്റ്റർ ആണ് കിങ്ഡം, മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ എന്നും പറയും, ആൻഡ് ഫംഗൈ. ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ ടൈറ്റിൽ. അപ്പം എന്താണ് കിങ്ഡം? എന്താണ് കിങ്ഡം എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഈ നമ്മൾ ബയോളജിക്കൽ വേൾഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനു വേണ്ടി ബയോളജിക്കൽ വേൾഡിൽ കുറെ ആനിമൽസ് കുറെ ഉണ്ടല്ലോ അല്ലെ? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് കിങ്ഡംസ്. അതില് ഫസ്റ്റ് വന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. സയന്റിസ്റ്റ് നെയ്മഡ് ലിന്നേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ലിന്നേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ള 2 കിങ്ഡംസ് ആണ് പ്ലാന്റ് ആൻഡ് ആനിമേലിയ. പിന്നെ അതിനുശേഷം വന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതാണ് ഇപ്പോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിലുള്ളതാണ് മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ ആൻഡ് ഫഞ്ചൈ. പിന്നെ ഇതല്ലാതെ, ഇത് മൂന്നും അല്ലാതെ പിന്നെ വരുന്ന രണ്ടെണ്ണമാണ് പ്ലാന്റേയും ആനിമാലിയയും. അങ്ങനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്ന? RH വിറ്റേക്കർ. അപ്പം അതിലുള്ള മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ ആൻഡ് ഫഞ്ചൈ, ഇത് മൂന്നുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. ഫസ്റ്റ് നമുക്ക് കിങ്ഡം മൊണീറ എന്താന്ന് നോക്കാം. കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയന്റെ കിങ്ഡം ആണ് മൊണീറ. ബാക്ടീരിയയും സയോനോ ബാക്ടീരിയയും ഒക്കെ അടങ്ങുന്ന ഒരു കിങ്ഡം ആണ് മൊണീറ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ബാക്ടീരിയ ആൻഡ് സയനോ ബാക്ടീരിയ. സയനോ ബാക്ടീരിയയെ മുന്നേ വിളിച്ചിരുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ്. ആദ്യം അതൊരു ആൽഗെ ആയിട്ടാണ് കരുതിയിരുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു ദ കിങ്ഡം മൊണീറ ആൻഡ് നോൺ ആസ് സയാനോ ബാക്ടീരിയ. പിന്നെ കിങ്ഡം മൊണീറ ഉള്ളതൊക്കെ പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് വെച്ചാല് ഒരു ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. സാധാരണ നമ്മൾ ഹ്യൂമൻസ് ഒക്കെ യൂകാരിയോട്ടിക് ആണ്. യൂകാരിയോട്ടിക് എന്ന് വെച്ചാല്
ന്യൂക്ലിയസ് ബൗണ്ടഡ് വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാകും വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിനകത്തായിരിക്കും നമ്മളെ ക്രോമസോം DNA ഒക്കെ ഉണ്ടാവുക. ബട്ട് ഇൻ മൊണീറ, ഇൻ കിങ്ഡം മൊണീറയിൽ എങ്ങനെ ആയിരിക്കും? ദേ ആർ ലാക്കിംഗ് എ ട്രൂ ന്യൂക്ലിയസ് ദാറ്റ് ഈസ് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പം അവർക്ക് എങ്ങനെയായിരിക്കും ആ ക്രോമസോംസ് അല്ലെങ്കിൽ DNA ഒക്കെ എന്തായിരിക്കും? ഡിസ്പേഴ്സ് മീൻസ് സൈറ്റോപ്ലാസ്റ്റിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കാണും. പ്രത്യേകിച്ച് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിനകത്തല്ല കാണുക. അപ്പം സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രോകാരിയോട്ടിക്. അപ്പം ആ പ്രോകാരിയോട്സില് എവിടെയാണോ അതിന്റെ DNA ഓർ ക്രോമസോം കാണുന്നത് ആ ഏരിയയിൽ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. അപ്പം ന്യൂക്ലിയോയിഡ് ആയിട്ടായിരിക്കും എന്തിൽ കാണുക? ബാക്ടീരിയാസിൽ കാണുക. നമ്മളൊക്കെ യൂക്കാരിയോട്സ് ആണ്. നമുക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്താണ് നമ്മളെ ക്രോമസോം ആൻഡ് DNA ഒക്കെ കാണുക. ബട്ട് മൊണീറൻസിലെ ഇറ്റ് ഈസ് നോട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല. ആ ക്രോമസോം എവിടെയാണോ കാണുന്നത് ആ റീജിയനെ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. ദേ ആർ നോൺ ആസ് പ്രോകാരിയോട്ടിക് ബിക്കോസ് ദേ ആർ ലാക്കിംഗ് എ ട്രൂ ന്യൂക്ലിയസ്. പിന്നെ മോസ്റ്റ് ബാക്ടീരിയാസും സിംഗിൾ സെല്ലുഡോ അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ആണ്, യൂണിസെല്ലുലാർ. മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെല്ലുലാർ ആണ്. എക്സെപ്ഷണൽ കേസ് ചിലത് മാത്രമേ മൾട്ടി സെല്ലുലാർ ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെല്ലുലാർ ആയിരിക്കും. മൊണീറൻസ് ആണ് മോസ്റ്റ് ന്യൂമറസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസത്തിൽ. മോസ്റ്റ് ന്യൂമറസ് കിങ്ഡം മൊണീറയാണ്. ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. സെല്ലുലാർ ഓർഗാനിസത്തിലെ ലിവിങ് ഓർഗാനിസത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബാക്ടീരിയാസ് ആണ്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെല്ല്. ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ. ബാക്ടീരിയൽ സെൽ സിംഗിൾ സെല്ലുകളാണ്. യൂണിസെല്ല് ഇപ്പൊ പറഞ്ഞില്ല നമ്മൾ, യൂണിസെല്ലുലാർ ആണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ സെൽ വാൾ. അതിന് ചുറ്റും ഒരു സെൽ വാൾ ഉണ്ട്. പ്ലാന്റ്സിലൊക്കെ കാണുന്ന പോലെ ബാക്ടീരിയക്കും എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. പക്ഷെ ഡിഫറൻസ് എന്ന് വെച്ചാല് പ്ലാന്റ്സിലുള്ള പോലത്തെ സെൽ വാൾ അല്ല ബാക്ടീരിയാസിനുള്ളത്. പ്ലാന്റ്സിന്റെ സെൽ വാള് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് in case of bacteria, the cell wall is made up of peptidoglycan. It is made up of peptidoglycan ആണ്. Bacterial cell wall is made up of peptidoglycan. അത് എന്തിനാണ് അതിനെന്താണ് അത്? ബാക്ടീരിയൽ സെൽ വാൾ ബാക്ടീരിയക്ക് ഷേപ്പ് നൽകുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദ സെല്ല് ആൻഡ് ഓൾസോ ദി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഷേപ്പ് നൽകാൻ വേണ്ടിയിട്ടുമാണ് ഈ സെൽ വാൾ ഉള്ളത് ബാക്ടീരിയയിൽ. ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഒരു കെമിക്കൽ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന് ഇവിടെ കാണില്ലേ ഈ സ്ട്രക്ചർ? ഒരു പൈലസ് എന്നാണ് ഈ സ്ട്രക്ചറിന്റെ പേര്. എല്ലാ ബാക്ടീരിയാസിലൊന്നും കാണൂല. ചില ബാക്ടീരിയാസിൽ ഈ സ്ട്രക്ചർ ഉണ്ടാവും. പൈലസ് ഓർ പിലി ഓർ പൈലസ്. സിംഗുലർ ആണ് പൈലസ്. പിലി ഷോർട്ട് ആൻഡ് തിൻ ത്രെഡ് ലൈക്ക് ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ഷോർട്ട് തിൻ ട്യൂബുലാർ സ്ട്രക്ചർ ആണ് പിലി. പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദി സെൽ വാൾ. ഇറ്റ് ഈസ് പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദി സെൽ വാൾ. സെൽ വാളിന്റെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ പിലി നിൽക്കുന്നത്. പിലി ഓർ പൈലസ് നിൽക്കുന്നത് എങ്ങനെയാണ്? സെൽ വാളിൽ നിന്ന് പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദി സെൽ വാൾ. ചില ബാക്ടീരിയാസിൽ മാത്രമേ പിലി ഓർ പൈലസ് കാണുള്ളൂ. ഈ പൈലസ് ഉള്ള ബാക്ടീരിയാസിന് എന്തുണ്ടാവും? ഒരു മെയിൽ ക്യാരക്ടർ ഉണ്ടാവും. ആൻഡ് ഫ്ലജെല്ല. ഫ്ലജെല്ല ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് ഫ്ലജെല്ല. ഫ്ലജെല്ല അതിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ബാക്ടീരിയാസിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ഫ്ലജെല്ല. ഇത് ലോങ്ങർ ദാൻ പിലി ആണ്. ഇവിടെ കാണാം. ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ പിലി. ലോങ്ങർ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ് ഫ്രം യുക്കാരിയോട്സിനുണ്ട് ഫ്ലജെല്ല. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്ട്രക്ചറലി യുക്കാരിയോട്സിന്റെ ഫ്ലജെല്ലയിൽ നിന്ന് ഡിഫറെന്റ് ആണ് ബാക്ടീരിയന്റെ ഫ്ലജെല്ല. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദി മൂവ്മെന്റ് ഓഫ് ബാക്ടീരിയ. ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. ഈ സെൽ വാളിന്റെ ഉള്ളിലുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയ. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പ്രസന്റ് ബിലോ ദി സെൽ വാൾ. അത് സൈറ്റോപ്ലാസ്റ്റിന്റെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിനകത്താണ് സൈറ്റോപ്ലാസം
ആൻഡ് അതർ സെൽ കണ്ടന്റ്സ് ഒക്കെ ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലായിട്ടാണ് കാണുക. പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലായിട്ടാണ് ഈ സെൽ സ്ട്രക്ചർ കാണുന്നത്, സെൽ മെംബ്രെയിന് കാണുന്നത്. സെൽ വാളിനകത്ത്, അതിന്റെ അകത്താണ്, പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, സൈറ്റോപ്ലാസം, അതർ സെൽ കണ്ടന്റ്സ് ഒക്കെ ഉള്ളത്. നെക്സ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഡബിൾ ഹെലിക്കൽ മോളിക്യൂൾ ഓഫ് DNA ഉണ്ട് ലൊക്കേറ്റഡ് ഇൻ റീജിയൺ ഓഫ്, നേരത്തെ പറഞ്ഞില്ലേ, എവിടെയാണോ ഇതിന്റെ DNA കാണുക ആ റീജിയനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. കാരണം പ്രൊക്കാരിയോട്സ് ആണല്ലോ, കറക്റ്റ് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ എവിടെയാണോ DNA കാണുന്നത് ആ ഏരിയ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ആ ന്യൂക്ലിയോയിഡ് റീജിയണിലായിരിക്കും പ്രൊക്കാരിയോട്സിന്റെ DNA ഉണ്ടാവുക. Since the chromosome is not lodged within a true nucleus, bacteria are termed as prokaryotes. ഇപ്പൊ പറഞ്ഞതാണ്, since the chromosome is not lodged within a true nucleus, ന്യൂക്ലിയസിനകത്തല്ല ഇതുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ബാക്ടീരിയാസിനെ പ്രൊക്കാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ദി കിങ്ഡം മൊണീറ. ഇനി ചില ബാക്ടീരിയാസിന്, ഈ എല്ലാ ബാക്ടീരിയാസിലുള്ള ചില ബാക്ടീരിയാസിന് മാത്രം ഈ ക്രോമസോമിന് പുറമെ, ഈ ക്രോമസോമിന് പുറമെ വേറെ ഒരു ചെറിയൊരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ഒരു അഡീഷണൽ റിംഗ് ഓഫ് DNA ആണ് ഈ കാണുന്ന സ്ട്രക്ചർ ആണ് പ്ലാസ്മിഡ്. ഈ റിംഗ് ലൈക്ക് ഈ ക്രോമസോമിന് പുറമെ ഒരു അഡീഷണൽ റിംഗ് ലൈക്ക് സ്ട്രക്ചർ, റിംഗ് ലൈക്ക് DNA ഉണ്ടാവും, അതാണ് പ്ലാസ്മിഡ്. അത് എല്ലാ ബാക്ടീരിയാസിലുള്ള ചില ബാക്ടീരിയാസിലുണ്ടാവും. അത് ഈ ബാക്ടീരിയൽ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെയാണ് ഈ പ്ലാസ്മിഡും റെപ്ലിക്കേറ്റ് ചെയ്യുക. റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാല് അതിന്റെ തന്നെ കോപ്പീനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. അപ്പം ഈ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പം ഈ പ്ലാസ്മിഡ് ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയാസിന് എന്തുണ്ടാവും, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡ് DNA ആണ്. അതിലുള്ള ആ ജീന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും ചില ബാക്ടീരിയാസിന്. അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഡിസീസിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷന് ട്രീറ്റ്മെന്റ് എടുത്താലും പെട്ടെന്നൊന്നും മരുന്നൊന്നും എഫക്റ്റ് ആവില്ല. അതിന് കാരണം എന്താണ്, അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, പ്ലാസ്മിഡ് ആണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസ്മിഡ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ടിങ് ആസ്, ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയാസിന് എന്തുണ്ട്, ഒരു F ഫാക്ടർ ഉണ്ട്. അത് മെയിൽ സെക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡ് ആണ്. ഈ പ്ലാസ്മിഡ് ഉള്ളവർക്കാണ് എന്തുണ്ടാവുക, പൈലസ്, ഈ പറഞ്ഞ ഈ ഷോർട്ട് സ്ട്രക്ചർ ഉണ്ടല്ലോ പൈലസ് ഉണ്ടാവുക, പ്ലാസ്മിഡ് ഉള്ളവർക്കാണ്. അതൊരു മെയിൽ ക്യാരക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ സെൽ അനാട്ടമി. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ? Yes, ma'am. ഓക്കെ. പിന്നെ കുറച്ച് ബോഡി ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ന്യൂട്രീഷൻസ്, മോണിറൻസിന്റെ ന്യൂട്രീഷൻസ് എങ്ങനെയാണ്. അതിന്റെ ന്യൂട്രീഷൻസ് 4 മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട് മോണിറൻസിൽ. ഓട്ടോട്രോപ്സ് ഉണ്ട്, സാപ്രോട്രോപ്സ് ഉണ്ട്, സിംബയൺസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ഓട്ടോട്രോപ്സ്, സാപ്രോട്രോപ്സ്, സിംബയൺസ് ആൻഡ് പാരസൈറ്റ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ദെയർ ഓൺ ഓർഗാനിക് ഫുഡ്. അവർക്ക് അവരുടെ ഫുഡ് അവർക്ക് തന്നെ സിന്തസൈസ് ചെയ്യാൻ കഴിയും. ലൈക്ക് പ്ലാന്റ്സ് ഒക്കെ അവരുടെ ഫുഡ് അവർ തന്നെ സിന്തസൈസ് ചെയ്യല്ലേ, അതുപോലെ തന്നെ അവരുടെ ഫുഡ് അവർക്ക് തന്നെ സിന്തസൈസ് ചെയ്യാൻ കഴിയുന്നവരാണ് ഓട്ടോട്രോപ്സ്. സാപ്രോട്രോപ്സ് എന്ന് പറഞ്ഞാല് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ഫീഡ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രീഷൻസ് എടുക്കുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ മോണിറൻസ് ആണ് സാപ്രോട്രോപ്സ്. ദേ ആർ ദി സാപ്രോട്രോഫിക് ബാക്ടീരിയാസ്. നെക്സ്റ്റ് സിംബയൻസ്. സിംബയൻസ് എന്ന് പറഞ്ഞാല് ദേ യൂസ് ഫുഡ് ഫ്രം അതർ ലിവിങ് ഓർഗാനിസം വിത്ത് വിച്ച് ദേ ആർ അസോസിയേറ്റഡ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്സ്. ഏത് ലിവിങ് ഓർഗാനിസം ആയിട്ടാണോ അത്
അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഓർഗാനിസത്തിൽ നിന്നും ഫുഡ് കൺസ്യൂം ചെയ്യാം. അങ്ങനത്തെ ബാക്ടീരിയാസ് ആണ് സിംബയൺസ്. അത് ലിവിങ് ഓർഗാനിസത്തിനും യൂസ്ഫുൾ ആയിരിക്കും, ഈ ബാക്ടീരിയക്കും യൂസ്ഫുൾ ആയിരിക്കും. രണ്ടു പേർക്കും മ്യൂച്വലി ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുമ്പോഴാണ് അതിനെ സിംബയൺസ് എന്ന് വിളിക്കുക. അങ്ങനത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് സിംബയൺസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ലെഗുമിനസ് പ്ലാന്റ്സ് ഒക്കെ, ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല് ഈ പയർവർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ റൂട്ട്സിൽ ചില ബാക്ടീരിയാസ് ജീവിക്കും. ലൈക്ക് നമുക്ക് ഒരു എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് താഴെ പഠിക്കാണ്ട് തോന്നുന്നു. റൈസോബിയം ബാക്ടീരിയാസ് ഒക്കെ അങ്ങനത്തെ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ ജീവിക്കുന്നതാണ്. അതിന് ഇതില് എന്താണ് മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. പ്ലാന്റിനും ബെനിഫിറ്റ് ആണ്, ഈ ബാക്ടീരിയക്കും ബെനിഫിറ്റ് ആണ്. ബാക്ടീരിയക്ക് അതിന് താമസിക്കാനുള്ള ഒരു സ്പേസ് ഈ റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ബെനിഫിറ്റ് ആണത്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാല്, ഈ പ്ലാന്റിന് സോയിലുള്ള നൈട്രജൻ നേരിട്ട് എടുക്കാൻ കഴിയില്ല, അത് നേരിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, അതിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ഈ നൈട്രജനെ നൈട്രേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ നൈട്രേറ്റ്സിനെ പ്ലാന്റ്സിന് ഈസിലി അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പം അവിടെ ഒരു മ്യൂച്വൽ അസോസിയേഷൻ ആണ് വിച്ച് ഈസ് ബെനിഫിറ്റ് ഫോർ ബോത്ത് ഓഫ് ദം. അപ്പം അതാണ് സിംബയൺസ്. പിന്നെ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാല് ദേ അബ്സോർബ് ഫുഡ് ഫ്രം ലിവിങ് ഓർഗാനിസം. മറ്റേതിനെ പോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തില് ഫുഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ആർ ഹാർംഫുൾ ആണ്, ബെനിഫിറ്റ് ഇല്ല. ലിവിങ് ഓർഗാനിസത്തിന് എന്താണ്, ഇവര് ഹാർംഫുൾ ആണ്. അങ്ങനത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് പാരസൈറ്റ്സ്. നമുക്കിപ്പം അസുഖം വരുന്നത് ഓരോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമല്ലേ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൽമനല്ല ടൈഫി, ഒരു ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് സാൽമനല്ല ടൈഫി. ഇത് നമ്മളെ ബോഡിക്ക് അത് harmful ആണ്. ബട്ട് ദേ ആർ അബ്സോർബിങ് ദയർ ന്യൂട്രിയൻസ് ആൻഡ് ദേ ആർ റെപ്ലിക്കേറ്റിംഗ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ഇൻ അവർ ബോഡി. അപ്പം നമുക്കത് ബെനിഫിറ്റ് അല്ല, ബട്ട് അവർക്ക് അത് ബെനിഫിറ്റ് ആണ്. അങ്ങനത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. അപ്പം ഇത്രയുള്ളൂ ന്യൂട്രീഷൻ: ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ, സിംബയോട്ടിക് ന്യൂട്രീഷൻ ആൻഡ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. നെക്സ്റ്റ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനൈറോബിക് റെസ്പിറേഷൻ ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ മീൻസ് യൂസിങ് ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള റെസ്പിറേഷൻ ആണ് എയറോബിക് റെസ്പിറേഷൻ. അനൈറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാല് വിത്തൗട്ട് ഓക്സിജൻ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഉള്ള റെസ്പിറേഷൻ ആണ് അനൈറോബിക് റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ടു റിലീസ് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ബ്രേക്ക് ഡൗൺ ആണ്. ഇൻ ദ ഫോം ഓഫ് എനർജി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ATP. ATP മീൻസ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് രൂപത്തിലെ ATP എനർജി ഫോം ചെയ്യിക്കുകയാണ് ഈ റെസ്പിറേഷന്റെ എയിം എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് മോണിറൻസിൽ എയറോബിക് ഉണ്ട്, അനൈറോബിക് ഉണ്ട്. എയറോബിക് മീൻസ് ഇൻ ദ യൂസിങ് ഓക്സിജൻ ആൻഡ് അനൈറോബിക് മീൻസ് വിത്തൗട്ട്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആൻഡ് നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷന് ഈ ഇമേജിൽ കാണുന്നില്ലേ, പാരന്റ് സെല്ലിൽ നിന്ന് ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയോയിഡ്. ഈ ന്യൂക്ലിയോയിഡ് മീൻസ് ഹിയർ ദ DNA എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റിംഗ് മീൻസ് അതിന്റെ കോപ്പീനെ സിന്തസൈസ് ചെയ്യും. അതിന്റെ എക്സാക്ട് കോപ്പീനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് ആണ് റെപ്ലിക്കേഷൻ. അപ്പം ഇവിടെ ഇതിന്റെ സെയിം എക്സാക്ട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യും സെല്ല്, റെപ്ലിക്കേറ്റ് ചെയ്യും മീൻസ് DNA. അപ്പം അങ്ങനെ 2 പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ആ മൊമെന്റിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന് ഇവിടെ ഇലോങ്ങേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സെൻട്രൽ ആയിട്ട് ഒരു ഗ്രൂവ് ഫോം ചെയ്യും. ആ ഗ്രൂവ് അങ്ങനെ ഫോം ചെയ്ത് അത് സെൻട്രൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് 2 ബാക്ടീരിയാസ് ആയിട്ട് മാറുകയാണ്. അത് ആ ഗ്രൂവ് വലുതായിട്ട് സെൻട്രൽ മീറ്റ് ചെയ്യുമ്പോൾ അത് 2 ബാക്ടീരിയാസ് ആയിട്ട്
ഡിവൈഡ് ചെയ്യും. അതാണ് എന്ത് ബൈനറി ഫിഷൻ ഇൻ ബാക്ടീരിയാസ്. മനസ്സിലായില്ലേ? അതാണ് ബൈനറി ഫിഷൻ. 2 ഡോട്ടർ സെൽസ് ഇവിടെ ഫോം ചെയ്യും. ഫസ്റ്റ് DNA റെപ്ലിക്കേഷൻ സംഭവിക്കും, സെൽ ഇലോങ്ങേഷൻ സംഭവിക്കും. സെൽ ഇലോങ്ങേഷൻ സംഭവിച്ചിട്ട് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? 2 ബാക്ടീരിയാസ് ഫോം ചെയ്യും. എക്സാക്ട് കോപ്പി ഓഫ് DNA ഉണ്ടാവും. അങ്ങനെ 2 ബാക്ടീരിയാസ് ഫോം ചെയ്യും. അതാണ് ബൈനറി ഫിഷൻ ഇൻ ബാക്ടീരിയാസ്. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? കാണുന്നുണ്ട് മാം. എനിക്ക് ഇവിടെ സ്ക്രീന് ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. ഒന്ന് നേരാക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. മിസ് നോട്ട് തരത്തില്ലേ ഇതിന്റെ എല്ലാം? എന്ത്? നോട്ട്സ് മിസ് തരില്ലേ? ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ നോട്ട്സ് ഈ PPT തന്നെയാണ്. ഞാൻ ഇത് ഗ്രൂപ്പിൽ ഇട്ടാ പോരെ? മതി മതി. ആ കാരണം റഫ് നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തില്ല, അതുകൊണ്ടാ ചോദിച്ചേ. നോട്ട്സ് എഴുതണ്ട, ഇത് മതിയാവും. പിന്നെ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ. ടെക്സ്റ്റ് എന്തായാലും വായിക്കണം, അത് മസ്റ്റ് ആണ്. ആ ഇതിപ്പോ നിങ്ങൾക്ക് മെയിൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു പോവാനാണ് ഞാൻ അത്രയും സിമ്പിൾ ആയിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഓക്കെ. 1 മിനിറ്റ് കേട്ടോ, എന്റെ സ്ക്രീനിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് റെഡി ആക്കട്ടെ. ഓക്കെ, അപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് സെക്ഷൽ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ എന്നാ പറയാ. അതായത് ബാക്ടീരിയൽ കോൺജുഗേഷൻ ആണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ റീകോമ്പിനേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. ഇതില് എങ്ങനെയാണെന്ന് വെച്ചാല് ജനറ്റിക് എക്സ്ചേഞ്ച്, ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് 2 ബാക്ടീരിയാസ് കോൺജുഗേറ്റ് ചെയ്യും. കോൺജുഗേഷൻ മീൻസ് 2 ബാക്ടീരിയാസ് അടുത്തടുത്ത് വന്നിട്ട് ഒരു ബാക്ടീരിയക്ക് എന്തുണ്ടാവും? പിലി സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഈ പിലി സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അത് മറ്റൊരു ബാക്ടീരിയന്റെ അടുത്ത് കോണ്ടാക്റ്റിൽ വരും. അങ്ങനെ ഒരു കോണ്ടാക്ട് വന്നിട്ട് ആ കോണ്ടാക്ട് തന്നെയാണ് കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. അങ്ങനെ കോണ്ടാക്റ്റിൽ വന്നിട്ട് ഈ പ്ലാസ്മിഡ് DNA ഇല്ലേ, പ്ലാസ്മിഡ് DNA എന്ത് ചെയ്യും? റെപ്ലിക്കേഷൻ സംഭവിച്ചിട്ട് അതിൽ നിന്നൊരു സ്ട്രാൻഡ് ഇതിന് ട്രാൻസ്ഫർ ചെയ്യും ത്രൂ ദിസ് പൈലസ്. ഈ പൈലസിലൂടെ ഒരു സ്ട്രാൻഡ് ഈ മറ്റേ ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതിൽ നിന്ന് ഈ പൈലസിലൂടെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ ഈ കോൺജുഗേഷൻ, അവര് രണ്ടിലും ഈ പ്ലാസ്മിഡ് DNA ഉണ്ടാവും. ഇത് F-, ഫസ്റ്റ് ഈ ബാക്ടീരിയ എന്താണ്? F- ആണ്, അതായത് F ഫാക്ടർ ഇല്ല. ഇതിന് എന്തുണ്ട്? F ഫാക്ടർ ഉണ്ട്, അതായത് പ്ലാസ്മിഡ് ഉണ്ട്. അപ്പം ഇതിന് പ്ലാസ്മിഡ്
F+ ആക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും? ഇതിന് ഒരു പ്ലാസ്മിഡിന്റെ സ്ട്രാൻഡ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ രണ്ടും F+ ആവും. ഇതാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. ഇങ്ങനെ അപ്പൊ പിന്നെ അത് രണ്ടിനും F+ ആയി. പിന്നെ ഇതിന് ഡിവിഷൻ നടക്കും. ഇപ്പൊ ഫോം ചെയ്ത് ഈ ബാക്ടീരിയാസിന് ഡിവിഷൻ നടക്കും. ഈ ഫോം ചെയ്ത ബാക്ടീരിയാസിന് ഡിവിഷൻ നടന്നിട്ട് പിന്നെ അത് മറ്റേതുപോലെ തന്നെ മറ്റേ ബൈനറി ഡിവിഷൻ പറഞ്ഞ പോലെ ഇത് ഡിവിഷൻ നടന്നിട്ട് അങ്ങനെയാണ് ഈ ബാക്ടീരിയൽ കോൺജുഗേഷൻ അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? Yes, ma'am. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലേ? ഇനി പറയണോ? അപ്പം ഇതാണ് കോൺജുഗേഷൻ ഇൻ ബാക്ടീരിയ. നെക്സ്റ്റ് ബെനിഫിഷ്യൽ ആൻഡ് ഹാർംഫുൾ ബാക്ടീരിയാസ്. ബാക്ടീരിയാസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുണ്ട്, ഹാർംഫുൾ ആയിട്ടുള്ളതുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട് ആൻഡ് ഹാർംഫുൾ ആയിട്ടുള്ളതുണ്ട്. ഡിസീസസ് ഫസ്റ്റ് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ളത് നോക്കാം. ഡിസീസസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. വിബ്രിയോ കോളറെ. കോളറ ഉണ്ടാക്കുന്നതാണ് ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറെ. ആൻഡ് ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ആരാ? സാൽമനല്ല ടൈഫി. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് സാൽമനല്ല ടൈഫി. ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ലോക്ക് ജോ ആണ്. നമ്മളെ ലോവർ ജോ ലോക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് ടെറ്റനസ്. അതുണ്ടാക്കുന്നത് ആരാ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇതൊക്കെ സയന്റിഫിക് നെയിം ആട്ടോ. ഒരു ബാക്ടീരിയന്റെ സയന്റിഫിക് നെയിം ആണ്. ഇങ്ങനെ നമ്മൾ സയന്റിഫിക് നെയിം ഇങ്ങനെ ഇറ്റാലിക്സിലാണ് കൊടുക്കുക. ഇതിന്റെ എന്താണ്? ജീനസ് നെയിമാണ്. ഇതിന്റെ ഫസ്റ്റിൽ വരുന്നത് ജീനസ് നെയിമും സെക്കൻഡിൽ വരുന്നത് സ്പീഷീസ് നെയിമുമാണ്. നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജീനസ് നെയിമാണ്, സ്പീഷീസ് നെയിമാണ്. അപ്പോൾ ഇങ്ങനെ ഇറ്റാലിക്സിലാണ് എഴുതുക. നമ്മള് ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ ഇറ്റാലിക്സിലാണ് വരിക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാല് നേരെ തന്നെ എഴുതുക. ആൻഡ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഇത്. ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ. അങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് നെയിമുകൾ അങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതിന്റെ ഒരു നിയമം അങ്ങനെയാണ്. സയന്റിഫിക് നെയിം എഴുതുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ എഴുതണം. വിബ്രിയോ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അത് മസ്റ്റ് ആണ്. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവണം. സ്പീഷീസ് നെയിമിൻ്റെത് പിന്നെ സ്മോൾ ലെറ്ററിൽ എഴുതണം. ആൻഡ് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതൊക്കെ ആവുമ്പോൾ പ്രിന്റഡ് ഒക്കെ ആവുമ്പോൾ ഇറ്റാലിക്സിലാണ് ഇത് വരിക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ എഴുതണം. അങ്ങനെയാണ് സയന്റിഫിക് നെയിമുകൾ എഴുതുക. അപ്പൊ ഇതൊക്കെ സയന്റിഫിക് നെയിമാണ്. തുടക്കം ക്യാപിറ്റൽ ലെറ്റർ ആവണം, അതും മസ്റ്റ് ആണ്. നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പം വിബ്രിയോ കോളറ കോസ് ചെയ്യുന്നു. സാൽമനല്ല ടൈഫി, ടൈഫോയിഡ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി, ടെറ്റനസ്, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളു എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. ഈസ് കോസ്ഡ് ബൈ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് മീൻസ് ക്ഷയരോഗം. These are the diseases caused by bacteria. Next, beneficial activities of bacteria. ചില ബാക്ടീരിയാസിന്റെ ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസ് നോക്കാം. റൈസോബിയം ഫിക്സസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. നേരത്തെ പറഞ്ഞില്ലേ, ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ അതിന്റെ നൈട്രജൻ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. അസോട്ടോബാക്ടർ, അതും ഇതേപോലെ തന്നെയാണ്. നൈട്രജൻ ഫിക്സേഷനിലൂടെ സോയിൽ ഫെർട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് അസോട്ടോബാക്ടർ. സ്ട്രെപ്റ്റോമൈസസ് പ്രൊഡ്യൂസസ് സ്ട്രെപ്റ്റോമൈസിൻ ആന്റിബയോട്ടിക്. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആര്? സ്ട്രെപ്റ്റോമൈസസ് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിനെ നമുക്ക് ചില ഡിസീസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രെപ്റ്റോമൈസിൻ ആന്റിബയോട്ടിക്. നെക്സ്റ്റ് ലാക്ടോബാസിലസ്.
ലാക്ടോബാസില്ലസ് എന്തിനാണ് മിൽക്കിനെ കേർഡാക്കിയിട്ട്, അതായത് ഫെർമെന്റ്സ് ലാക്ടോസ് ടു ലാക്ടിക് ആസിഡ്, ലാക്ടോസിനെ ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒറ്റ മിനിറ്റ് കേട്ടോ, ഉണ്ട് സ്ക്രീന് പിന്നെയും ഇതാവുന്നുണ്ട്, ഒരു മിനിറ്റ്. ലാക്ടോബാസിലസ് ഫെർമെന്റ്സ് ലാക്ടോസ് ടു ലാക്ടിക് ആസിഡ്, മിൽക്കിനെ കേർഡാക്കിയിട്ട് മാറ്റാനാണ് ലാക്ടോബാസിലസ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് മെത്തനോജനിക് ബാക്ടീരിയ സീവേജ് ട്രീറ്റ്മെന്റിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സീവേജ് ട്രീറ്റ്മെന്റ് മീൻസ് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെത്തനോജനിക് ബാക്ടീരിയ. അപ്പം ഇതാണ് ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. നെക്സ്റ്റ് സയോനോബാക്ടീരിയ. They are formerly known as blue-green algae. പിക്ചറിൽ കാണുന്ന പോലെ തന്നെ മുന്നേ ഇത് ബ്ലൂ-ഗ്രീൻ ആൽഗെ ഈ പിക്ചറിലും കണ്ടാൽ നമുക്കൊരു പായല് പോലെയൊക്കെ തോന്നൂലേ? ഇത് വെള്ളത്തിൽ കാണുന്ന ഒരു ഇമേജ് ആണിത്. ഒരു പായല് പോലെ തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് അതിന് മുന്നേ ബ്ലൂ-ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചിരുന്നത്. പിന്നെ അതിന്റെ സെൽ സ്ട്രക്ചറും ആറ്റമി ഒക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി they are belonging to a type of bacteria known as cyanobacteria. They carry out photosynthesis. Green color ആണ്. അപ്പം they contain chlorophyll ഉള്ളതുകൊണ്ടാണ് ആ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പം so they carry out photosynthesis. കമ്പാരിറ്റീവ്ലി ബാക്ടീരിയാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സയനോബാക്ടീരിയാസിന് കമ്പാരിറ്റീവ്ലി ലാർജർ സെൽസ് ആണ്. ബാക്ടീരിയാസിന് സ്മോളർ സെൽസ് ആണ്. ബട്ട് സയനോബാക്ടീരിയസിന് ലാർജർ സെൽസ് ആണ്. പിന്നെ ഫ്ലജെല്ല ഇല്ല, ആബ്സെൻസ് ഓഫ് ഫ്ലജെല്ല ആണ്. ഡു നോട്ട് ഹാവ് ഫ്ലജെല്ല. ബാക്ടീരിയാസിനുള്ളത് പോലെ ഫ്ലജെല്ല ഒന്നും കാണില്ല. ദേ ഡു നോട്ട് ഹാവ് ഫ്ലജെല്ല. കമ്പാരിറ്റീവ്ലി ലാർജർ സെൽസ് ആണ്. ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. പിന്നെ കിങ്ഡം മൊണേറിയയിൽ ഉള്ള ഗ്രൂപ്പ്സ് ആണ്, 3 ഗ്രൂപ്പ്സ് ആണ് ഇപ്പൊ പറഞ്ഞ സൈനോബാക്ടീരിയ, ദെൻ യൂബാക്ടീരിയ, ആർക്കിബാക്ടീരിയ. യൂബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബാക്ടീരിയാസ് ആണ്. അതായത് ശരിയായ യു മീൻസ് ട്രൂ ശരിയായ ബാക്ടീരിയാസ്. ഇപ്പം പറഞ്ഞ ഈ ബാക്ടീരിയാസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നതാണ് യൂബാക്ടീരിയാസ്. പിന്നെ ഇപ്പൊ പറഞ്ഞ സയനോബാക്ടീരിയ, അത് കൂടാതെ ഉള്ളതാണ് ആർക്കിബാക്ടീരിയ. ഇങ്ങനെ 3 ഗ്രൂപ്പ്സ് ആണ് കിങ്ഡം മൊണേറിയയിൽ ഉണ്ടാവുക. അപ്പം യൂബാക്ടീരിയ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെയുള്ള ബാക്ടീരിയാസ് ആണ് യൂബാക്ടീരിയ, അതായത് ട്രൂ ബാക്ടീരിയാസ്. പിന്നെ സയനോബാക്ടീരിയ. പിന്നെ ഉള്ളതാണ് ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയ ആണ് പ്രിമിറ്റീവ് ബാക്ടീരിയാസ് ആണ് ആർക്കിബാക്ടീരിയ. പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ആർക്കിബാക്ടീരിയാസ് ഉണ്ടാവുക. ആർക്കിബാക്ടീരിയാസ് അത് അൺയൂഷ്വൽ എൻവയോൺമെന്റ്സിലാണ് ഈ ആർക്കിബാക്ടീരിയാസിനെ കാണാം. പെർട്ടിക്കുലർലി അറ്റ് ലോ ലെവൽസ് ഓഫ് ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറവുള്ള ഏരിയാസിലൊക്കെയാണ് ഈ ആർക്കിബാക്ടീരിയാസിനെ കാണാം. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എർത്ത് ഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഈ ആർക്കിബാക്ടീരിയാസ് ആണ്. വളരെ ലോ ലെവൽ ഓഫ് ഓക്സിജനിലൊക്കെ ജീവിക്കാൻ കഴിയണോണ്ട് അന്നത്തെ സമയത്തുള്ളതാണ് ഈ ആർക്കിബാക്ടീരിയാസ്. ലോ ലെവൽ ഓഫ് ഓക്സിജനിലൊക്കെ ജീവിക്കാൻ കഴിയുന്നവരാണ് ഈ ആർക്കിബാക്ടീരിയാസ്. ഇതില് മെയിൻ ടൈപ്സ് ഓഫ് ആർക്കിബാക്ടീരിയാസ് ആണ് മെഥനോജനിക് ബാക്ടീരിയ, തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ, ഹാലോഫിലിക് ബാക്ടീരിയ. ഇത് 3 ഇതിലുള്ള മെയിൻ ആർക്കിബാക്ടീരിയാസ്. മെഥനോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലിവിങ് ഇൻ സീവേജ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ട്രാക്ട്സ് ഓഫ് അനിമൽസ്. അഴുക്ക് വെള്ളത്തിലും ഹ്യൂമൻസിന്റെ അനിമൽസിന്റെ ഒക്കെ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്സിലൊക്കെ ജീവിക്കുന്നവരാണ് ഈ മെഥനോജനിക് ബാക്ടീരിയാസ്. തെർമോ അസിഡോഫിലിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ ദേ ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നവരാണ്. ഭയങ്കര ഹോട്ട് കണ്ടീഷൻസിൽ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നവരാണ് തെർമോ അസിഡോഫിലിക് ബാക്ടീരിയാസ്. ദെൻ ഹാലോഫിലിക് ബാക്ടീരിയാസ്. ഹാലോഫിലിക് ബാക്ടീരിയാസ്
അത് സോൾട്ടി കണ്ടീഷൻസിൽ ഭയങ്കര എക്സ്ട്രീം സോൾട്ടി കണ്ടീഷൻസിൽ ജീവിക്കുന്നവരാണ് ഹാലോഫിലിക് ബാക്ടീരിയാസ്. അപ്പം ദിസ് ഓൾ ആർ ദി ആർക്കി ബാക്ടീരിയാസ്. And eubacteria include all other bacteria excluding cyanobacteria. Cyanobacteria അല്ലാത്തതൊക്കെ eubacterias ആണ്. They are the true bacteria. Eubacteria means true. True ആയിട്ടുള്ള ബാക്ടീരിയാസ്. ബാക്ടീരിയാസിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉള്ള മോണിഗ്രൻസിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ ഉള്ളതാണ് eubacterias. They are the true bacterias. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം മൊണീറ. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? ഹലോ? ഓക്കെ. എല്ലാ ക്ലാസ്സിലും ഇത്ര പേര് തന്നെ കയറാറുള്ളൂ? അല്ല, കുറച്ച് പേരുള്ളല്ലോ. ബയോളജി ആയതുകൊണ്ടാണോ കയറാത്ത്? ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട് മിസ്. എത്ര പേരുണ്ട്? ടോട്ടൽ എത്ര പേരുണ്ട്? അതറിയില്ല. ഇത് കുറച്ച് പേരുള്ളൂ അല്ലേ? മാക്സിമം 20 ഒക്കെ ഉണ്ടാവില്ലേ? 22 ഒക്കെ. ഓക്കെ, 22 ഒക്കെ ഉള്ളു അല്ലേ? എന്നിട്ട് എത്ര പേര് കയറി? 1 2 3 ഇപ്പൊ 16 പേരേ ഉള്ളൂ. ബയോളജി പഠിക്കാൻ സിമ്പിൾ അല്ലേ? ഈസി അല്ലേ ബയോളജി? കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അതെ മാഡം. Yes, ma'am. നമുക്ക് പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടോപ്റ്റിസ്റ്റ എന്താണെന്ന് നോക്കാം. കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റ ഓർ പ്രോട്ടിസ്റ്റ. നെക്സ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ദേ ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സ് ഞാൻ നേരത്തെ പറഞ്ഞു. യൂക്കാരിയോട്സ് എന്താണ് യൂക്കാരിയോട്സ്? ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ്. റഹീമ പറയൂ, എന്താ യൂക്കാരിയോട്സ്? റഹീമ, യൂക്കാരിയോട്സ് എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളതല്ലേ മിസ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള ന്യൂക്ലിയസ് ഉള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം ന്യൂക്ലിയർ മെംബ്രെയിന് ഉള്ള, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? യൂകാരിയോട്സ്. പ്രൊക്കാരിയോട്സ് മീൻസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം ആണ് പ്രൊക്കാരിയോട്സ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ള, ന്യൂക്ലിയസിനകത്ത് വെൽ ഡിഫൈൻഡ് ക്രോമസോംസ് ഉള്ളതാണ് എന്ത്? യൂകാരിയോട്സ്. എന്റെ സ്ക്രീൻ ഇടക്കിടക്ക് ഇങ്ങനെ, നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? ഉണ്ട് ma'am.
എനിക്ക് ഇടക്കിടക്ക് പോകും. അതാണ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പ്രോട്ടോസോവ, ഡയാറ്റംസ്, യൂണിസെല്ലുലാർ ആൽഗെ ഒക്കെ എന്തിലുള്ളതാണ്? പ്രോട്ടോക്ടിസ്റ്റ അല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചത് പ്രോട്ടിസ്റ്റ എന്നായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങളെ ടെസ്റ്റിൽ കാണുന്നത് പ്രോട്ടോക്ടിസ്റ്റ എന്നാണ്. ഞാനൊക്കെ പഠിച്ചപ്പം പ്രോട്ടിസ്റ്റ എന്നായിരുന്നു. നിങ്ങൾക്ക് പ്രോട്ടിസ്റ്റ എന്നേ വരുന്നുള്ളൂ. അപ്പം പ്രോട്ടിസ്റ്റയിലുള്ളതാണ് പ്രോട്ടോസോവ, ഡയാറ്റംസ് ആൻഡ് യൂണിസെല്ലുലാർ ആൽഗെ. ഇതൊക്കെയാണ് എന്തിലുള്ളത്? പ്രോട്ടിസ്റ്റയിലുള്ളത്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. ഇതിനൊക്കെ എന്തുണ്ട്? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. പ്രോട്ടിസ്റ്റക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. ഇത് ആബ്സെൻസ് പ്രൊക്കാരിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇൻ പ്രോട്ടിസ്റ്റ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. അതായത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, അങ്ങനത്തെ മെംബ്രെയിൻ ബൗണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനത്തെ ഒക്കെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. ആൻഡ് മൈറ്റോകോൺട്രിയ ആണ് ഇതിന്റെ റെസ്പിറേറ്ററി ഓർഗനൽസ്. ഇതിന്റെ റെസ്പിറേറ്ററി ഓർഗനൽ ആയിട്ടുള്ളത് എന്താണ്? പ്രോട്ടോക്ടിസ്റ്റയില് മൈറ്റോകോൺട്രിയ ആണ്. ഇത് ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സാപ്രോട്രോഫിക് ഉണ്ട്. മേ ബി ഫോട്ടോസിന്തറ്റിക് ആവാം. ഫോട്ടോസിന്തറ്റിക് മീൻസ് ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സാപ്രോട്രോഫിക് ഉണ്ട്. which is included in this protistate. Photosynthetic ഉണ്ട്, parasitic ഉണ്ട്, saprotrophic ഉണ്ട്. Then they have cilia or flagella. Flagella bacteriasil കാണുന്ന പോലെ flagella ഉണ്ട്, but it is different from the bacterial flagella. They have cilia or flagella and they reproduce both asexually and sexually. Sexual reproductionും asexual reproductionും protistയിൽ കാണുന്നുണ്ട്. ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് പ്രോട്ടോക്ടിസ്റ്റ ആണ് അമീബ. ഫസ്റ്റ് എക്സാമ്പിൾ അമീബ. അമീബ എവിടെയാണ് കാണുന്നത്? മഡിലും ഫ്രഷ് വാട്ടേഴ്സിലും, പോൺസ്, ഡിച്ചസ് മീൻസ് ഈ കുഴികളിലൊക്കെ, അങ്ങനെ ഡീക്കെ ലീവ്സ് ഒക്കെ ഉള്ള കുഴികള്, മഡ്, ഫ്രഷ് വാട്ടർ പോൺസ്, ഇങ്ങനത്തെ റീജിയൻസിലൊക്കെയാണ് അമീബനെ കാണുക. അമീബ എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ന്യൂസിലൊക്കെ കാണുന്നില്ലേ? മസ്തിഷ്ക ജ്വരം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. കണ്ടിട്ടില്ലേ? കുറെ കുട്ടികൾ വെള്ളത്തില് ആ ഓർഗാനിസം ആണ് അമീബ. ഇതിലുള്ള ഒരു സ്പീഷീസ് ആണ് ആ ഡിസീസ് കോസ് ചെയ്യുന്നത്. അതാണ് അമീബ. അപ്പം എവിടെയൊക്കെയാണ് കാണുക? മഡില്, ഫ്രഷ് വാട്ടർ പോൺസില്, ഡിച്ചസില് ഒക്കെയാണ് ഈ അമീബ കാണുന്നത്. അപ്പം ഇറ്റ് ഹാസ് ബ്ലണ്ട് സ്യൂഡോപോഡിയ. ഒരു ബ്ലണ്ട് ആയിട്ടുള്ള സ്യൂഡോപോഡിയ. ഈ കാണുന്ന സ്ട്രക്ചർ ഇല്ലേ? ഈ കാണുന്ന സ്ട്രക്ചർ ആണ് എന്ത്? സ്യൂഡോപോഡിയ. അതൊരു ബ്ലണ്ട് ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നുമില്ല, ഇന്ന ഷേപ്പ് ഒന്നുമില്ല, ഏത് ഷേപ്പിലായിട്ട് മാറാൻ പറ്റും. അതാണ് ബ്ലണ്ട് സ്യൂഡോപോഡിയ. ഈ സ്ട്രക്ചർ ആണ് സ്യൂഡോപോഡിയ. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ അമീബന്റെ ലോക്കോ മോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോക്കോ മോഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്യൂഡോപോഡിയ. ഇറ്റ് ക്യാപ്ചേഴ്സ് ഫുഡ് ബൈ സ്യൂഡോപോഡിയ. ലോക്കോമോഷൻ മാത്രമല്ല, ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ സ്യൂഡോപോഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡ് ക്യാപ്ചറിന്റെ സമയത്ത് എന്താവും? ഈ ഫുഡ് ഉള്ള ഭാഗത്തോട്ട് ഈ ഭാഗം ഇങ്ങനെ പോയിട്ട് അതിന് ഫുഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് അതിനെ എൻഗൾഫ് ചെയ്യും. ഫുഡിനെ അതിന്റെ ഉള്ളിലോട്ട് എൻഗൾഫ് ചെയ്യും. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സ്യൂഡോപോഡിന്റെ ഈ ഭാഗം ഫുഡിന്റെ ചുറ്റും ഇങ്ങനെ പോയിട്ട് ഇതിൽ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഉള്ളിലോട്ടാക്കും. ഫുഡ് വാക്യൂൾ ഫോം ചെയ്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് ആ ഫുഡിനെ എടുക്കും. അങ്ങനെയാണ് ഇതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. പിന്നെ ഇതിനെന്തുണ്ട്? ഒരു കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട് ഫോർ ദി ഓസ്മോ റെഗുലേഷൻ. ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് ഒരു കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും എക്സസ് വാട്ടറിനെ എക്സ്ക്രീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓർഗനലാണ്. അതാണ് കൺട്രാക്ടൈൽ വാക്യൂള്.
അതിൽ കൺട്രാക്റ്റൽ വാക്യൂൾ ഉണ്ട്, ഒരു ബ്ലണ്ട് സ്യൂഡോപോഡിയ ഉണ്ട്. സ്യൂഡോപോഡിയ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ഫുഡ് ക്യാപ്ചറിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അമീബ. അമീബ ഷോയിങ് ബൈനറി ഫിഷൻ. പ്രൊഡക്ഷൻ ആണ് ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ ബാക്ടീരിയാസിൽ പറഞ്ഞ ബൈനറി ഫിഷൻ പോലെ തന്നെ പാരന്റ് സെല്ല് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ആ സ്യൂഡോപോഡിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇലോങ്ങേഷൻ ഓഫ് സൈറ്റോപ്ലാസം ഇലോങ്ങേറ്റ് ചെയ്യും. ഇലോങ്ങേറ്റ് ചെയ്തിട്ട് പിന്നെ അത് രണ്ടെണ്ണമായിട്ട് മാറും. 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. അങ്ങനെയാണ് അമീബന്റെ എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ. അങ്ങനെയാണ് അമീബന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അമീബ ഷോയിങ് ബൈനറി ഫിഷൻ. ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അങ്ങനെ അമീബയിൽ അങ്ങനെ കാണാറില്ല. നെക്സ്റ്റ് എൻഡമീബ. നെക്സ്റ്റ് പ്രോട്ടിസ്റ്റയിലുള്ള ഒരു എക്സാമ്പിൾ ആണ് എൻഡമീബ. അതിലൊരു കോമൺ സ്പീഷീസ് ആണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക, വിച്ച് കോസസ് അമീബിക് ഡിസെൻട്രി. ഹ്യൂമൻസിലേക്ക് അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. എൻഡമീബയും എന്താണ്, ഇറ്റ് ഈസ് അമീബോയിഡ് ഇൻ ഫോം ആണ്. അമീബന്റെ അതേപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. അതിന്റെ ഒരു ഇറഗുലർ സ്ട്രക്ചർ, അതാണ് ഈ അമീബോയിഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇറഗുലർ സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് അമീബോയിഡ് ഇൻ ഫോം ആണ്. And the new host gets infected when the cyst is swallowed along with contaminated. ഇത് എങ്ങനെയാണ് ഇൻഫെക്ഷൻ, ഹ്യൂമൻസിനൊക്കെ എങ്ങനെയാണ് ഇത് ഇൻഫെക്റ്റഡ് ആവുന്നത്? കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടറിന്റെ കൂടെ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സിസ്റ്റും ആ ഫുഡിലോ വാട്ടറിലോ, സിസ്റ്റ് ആണ് അതിന്റെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ സിസ്റ്റ്. ഈ എൻഡമീബന്റെ ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ആണ് സിസ്റ്റ്. അത് ഫുഡിലോ വാട്ടറിലോ ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ, അങ്ങനെയാണ് ഇത് ഇൻഫെക്ഷൻ, എൻഡമീബ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഈ സിസ്റ്റ് എന്ത് ചെയ്യും, നമ്മളെ ഉള്ളിലെത്തിയിട്ട് അത് ബേസ്റ്റ് ചെയ്യും, അത് പൊട്ടിയിട്ട് അതിന്റെ എൻഡമീബനെ ഉള്ളിലുള്ളതിനെ റിലീസ് ചെയ്യും. അത് നമ്മളെ ഇൻഡസ്റ്റൈനിലൊക്കെ എന്ത് കോസ് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ഇഞ്ചുറീസ്, മുറിവുകൾ കോസ് ചെയ്യും. ലോക്കൽ ആബ്സസിസ് എന്നാണ് പറയാ, മുറിവുകൾ കോസ് ചെയ്യും. അങ്ങനെ ആണ് ഈ അമീബിക് ഡിസെൻട്രി ഉണ്ടാവുന്നത്. അപ്പം അതിന്റെ സിംറ്റംസ് ആണ് അബ്ഡോമിനൽ പെയിൻ, നോസിയ മീൻസ് ഒരു നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ്, ടെൻഡൻസി വരുന്നതാണ് നോസിയ എന്ന് പറയുന്നത്. ആൻഡ് ദി പ്രസൻസ് ഓഫ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് വിത്തിൻ ദ സ്റ്റൂൾ. ദീസ് ആർ ദി സിംറ്റംസ് ഓഫ് അമീബിക് ഡിസെൻട്രി. ഇതാണ് എൻഡമീബ. ഇതിന്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്, മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് എൻഡമീബ. നെക്സ്റ്റ് പ്ലാസ്മോഡിയം. വേറൊരു എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. മലേറിയ കോസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയത്തിന് എന്തുണ്ട്? ബോത്ത് അസെക്ഷുവൽ ഫേസ് ഉണ്ട്, സെക്ഷുവൽ ഫേസ് ഉണ്ട്. ഇതിന്റെ അസെക്ഷുവൽ ഫേസ് ഹ്യൂമൻ ബ്ലഡിലാണ്, ആൻഡ് സെക്ഷുവൽ ഫേസ് എന്തിലാണ്? ഫീമെയിൽ ആനോഫിൽസ് മോസ്കിറ്റോ. ഫീമെയിൽ ആനോഫിൽസ് മോസ്കിറ്റോയിൽ അതിന്റെ സെക്ഷുവൽ ഫേസും ഹ്യൂമൻസിലെ അസെക്ഷുവൽ ഫേസും ആണ്. അപ്പം ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയാണ് ഈ മലേറിയ കോസ് ചെയ്യുന്നത്, അതിന്റെ ട്രാൻസ്മിഷനും അതിന്റെ ലൈഫ് സൈക്കിളാണ് ഈ കാണുന്നത്. അപ്പം ഫസ്റ്റ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ ഒരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഒരാളെ വന്ന് കടിച്ചു, ബൈറ്റ് ചെയ്തു. അപ്പൊ ബൈറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സലൈവയിലാണ് എന്തുണ്ടാവുക? ഈ പ്ലാസ്മോഡിയം ആ പാരസൈറ്റ് ഉണ്ടാവും. ഇതിന്റെ സലൈവ ആദ്യം ഈ മോസ്കിറ്റോ നമ്മൾ കടിക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സലൈവ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ബ്ലഡിലോട്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ ഈ പാരസൈറ്റും ഉള്ളിലോട്ട് കയറും, അത് ബ്ലഡിലെത്തുമ്പോ എന്ത് സംഭവിക്കും? നമ്മളെ ബോഡി ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോവുക ലിവറിലോട്ടാണ്. ലിവറിൽ പിന്നെ ഇതിന്റെ ഫർദർ
റീപ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് ലിവർ സെൽസിലാണ്. ലിവർ സെൽസില് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കും. ആ ലിവർ സെൽസിലുള്ള ഇതിന്റെ സ്റ്റേജ് ആണ് ക്രിപ്റ്റോസോയിൻസ് എന്നാണ് ലിവർ സെൽസിൽ ഇതിനെ പറയുക. ലിവർ സെൽസിൽ അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കും. പിന്നെ അത് ലിവറിന് ബേസ്ഡ് ആയിട്ട് ലിവർ സെൽസിനെ പൊട്ടിച്ചിട്ട് പുറത്തു വരും. എന്നിട്ട് അത് എന്തിലെത്തും? നമ്മളെ ബ്ലഡ് സ്ട്രീമിലെത്തും. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അത് RBCന്റെ ഉള്ളിൽ കയറും. നമ്മളെ റെഡ് ബ്ലഡ് സെൽസിൽ കയറിയിട്ട് റെഡ് ബ്ലഡ് സെൽസിൽ നിന്ന് എന്താവുന്നുണ്ട്? റെഡ് ബ്ലഡ് സെൽസിൽ പിന്നെയും RBCയിൽ പിന്നെയും അതിന്റെ ഇത് കണ്ടിന്യൂ ചെയ്യും. അത് പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യും. അത് എന്തായിട്ട് മാറും? ഗാമറ്റോസൈറ്റ്സ്, മെയിൽ ഗാമറ്റോസൈറ്റ്സും റെഡ് ബ്ലഡ് സെൽസിൽ നിന്നും മെയിൽ ഗാമറ്റോസൈറ്റ്സും ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും ഫോം ചെയ്യും. ഫുള്ളി സൈഗോട്ട് ഫോം ചെയ്തിട്ടില്ല സ്റ്റിൽ. അത് ഗാമറ്റോസൈറ്റ്സ് ആയിട്ടാണ് ഇപ്പോഴുള്ളത്. ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും മെയിൽ ഗാമറ്റോസൈറ്റ്സും ആയിട്ട് ഫോം ചെയ്യും. ഇത്രയും നടക്കുന്നത് ഹ്യൂമൺ ഹോസ്റ്റിലാണ്, ഹ്യൂമൻസിന്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. പിന്നെ എന്താവും? ഇങ്ങനെ ഇപ്പൊ നമ്മളെ ബ്ലഡിൽ എന്തുണ്ട്? ഇതിന്റെ ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും ഉണ്ട്, മെയിൽ ഗാമറ്റോസൈറ്റ്സും ഉണ്ട്. അപ്പം പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വേറൊരു മോസ്കിറ്റോ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെ വന്ന് കടിക്കുമ്പോ, ബൈറ്റ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? അത് ഈ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുമ്പോ അതിന്റെ കൂടെ എന്താവും? ഈ ഗാമറ്റോസൈറ്റ്സും ആ മോസ്കിറ്റോന്റെ ഉള്ളിലെത്തും. ഈ ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഗാമറ്റോസൈറ്റ്സ് പെട്ടെന്ന് തന്നെ ഈ മോസ്കിറ്റോയിലെത്തും. ഈ മോസ്കിറ്റോന്റെ ഗട്ടിൽ പോയിട്ട് പിന്നെ ഫർദർ എന്താവും? ഈ ഗാമറ്റോസൈറ്റ്സ് എന്തായിട്ട് മാറുന്നുണ്ട്? സൈഗോട്ടായിട്ട് മാറും. അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറിയിട്ട് അവരുടെ സലൈവറി ഗ്ലാൻസിൽ പോകും. സലൈവറി ഗ്ലാൻസിൽ പോയിട്ട് പിന്നെ അടുത്ത ഈ സലൈവറി ഗ്ലാൻസിൽ പോകും. അതായത് സൈഗോട്ടായിട്ട് മാറിയിട്ട് സലൈവറി ഗ്ലാൻസിൽ പോകും. ഇതെന്താവും? പിന്നെ വേറൊരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത വേറൊരാളെ കടിക്കുമ്പോൾ അതങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ലൈഫ് സൈക്കിൾ. അപ്പം ഹ്യൂമൺ ഹോസ്റ്റും അസെക്ഷൽ ഫേസ് എവിടെയാണ്? ഹ്യൂമൺ ബ്ലഡിലും. സെക്ഷൽ ഫേസ് ഫീമെയിൽ ആനോഫിൽ മോസ്കിറ്റോസ്. മെയിൽ ആനോഫിൽസ് ബ്ലഡ് സക്കിങ് അല്ല, ദേ ആർ ഫീഡിങ് പ്ലാന്റ് ജ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൽ ആനോഫിൽ മോസ്കിറ്റോസ് മലേറിയ കോസ് ചെയ്യൂല. ഫീമെയിൽ ആനോഫിൽ മോസ്കിറ്റോ ആണ് ബ്ലഡ് സക്കിങ്. അപ്പം അതുകൊണ്ട് തന്നെ ഫീമെയിൽ ആനോഫിൽ മോസ്കിറ്റോ ആണ് എന്ത് കോസ് ചെയ്യണത്? ഫീമെയിൽ ആനോഫിൽ മോസ്കിറ്റോ ആണ് മലേറിയ കോസ് ചെയ്യണത്. അവരാണ് ഈ പ്ലാസ്മോഡിയത്തിനെ ക്യാരി ചെയ്യുന്നത്. സോ ദേ ആർ ദി കോസറ്റീവ് ഓഫ് മലേറിയൽ പാരസൈറ്റ്. ദേ ആർ ക്യാരിങ് മലേറിയൽ പാരസൈറ്റ്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ആനോഫിൽ മോസ്കിറ്റോയും ഹ്യൂമൻസും ആണ് ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ? ഈ ലൈഫ് സൈക്കിൾ മനസ്സിലായില്ലേ? Then വേറൊരു എക്സാമ്പിൾ ആണ് യുഗ്ലീന. ഈ പിക്ചറിൽ കാണില്ലേ? അതാണ് യുഗ്ലീന. ഒരു ഫ്രഷ് വാട്ടർ ഫ്ലജല്ലേറ്റ് ആണ് യുഗ്ലീന. ഫ്രഷ് വാട്ടർ ഫ്ലജല്ലേറ്റ് ആണ് യുഗ്ലീന. യുഗ്ലീനന്റെ സ്ട്രക്ചർ ആണിത്. ഇതിന്റെ പുറത്ത് കാണുന്ന ഈ ഏറ്റവും പുറത്ത് കാണുന്ന സ്ട്രക്ചർ അതാണ് പെല്ലിക്കിള്. ഒരു ഇലാസ്റ്റിക് ബോഡിയാണ്, കവറിങ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇലാസ്റ്റിക് കവറിങ് ആണ് പെല്ലിക്കിള്. ഈ കാണുന്ന സ്ട്രക്ചർ ആണ് പെല്ലിക്കിള്. യുഗ്ലീനന്റെ പുറത്തത്തെ ഇലാസ്റ്റിക് സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ഈസ് നോൺ ആസ് പെല്ലിക്കിൾ. നെക്സ്റ്റ് സൈറ്റോസോം. പിന്നെ ഇതിന്റെ ടോപ്പിൽ കാണുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു മൗത്ത് പോലെയുള്ള സ്ട്രക്ചർ ആണ് സൈറ്റോസ്ട്രോം. ഈ സൈറ്റോസ്ട്രോമിന് ഉള്ളിലൂടെ പോണ ട്യൂബുലാർ സ്ട്രക്ചർ ആണ് സൈറ്റോഫാരിങ്സ്. ഈ സൈറ്റോഫാരിങ്സിന്റെ ഉള്ളിലോട്ടുള്ള ഈ സ്ട്രക്ചർ ആണ് റിസർവോയർ. ഈ വെസിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് റിസർവോയർ. ഈ ട്യൂബുലാർ സ്ട്രക്ചർ ആണ് സൈറ്റോഫാരിങ്സ്. ഇതിന്റെ എൻട്രൻസ്, ആ എൻട്രി ചെയ്യുന്ന പോർഷൻ, ആ മുകൾ ഭാഗത്തുള്ള പോർഷൻ ആണ് സൈറ്റോസ്റ്റോം. സൈറ്റോഫാരിങ്സ് and this tubular vesicle like structure is known as reservoir. അതിന്റെ ടോപ്പ് ഇവിടെ എങ്ങനെ ആയിട്ട് ഒരു റെഡ് സ്ട്രക്ചർ കാണില്ലേ? അതാണ് സ്റ്റിഗ്മ ഓർ ഐ സ്പോട്ട്. ഈ സ്റ്റിഗ്മ
എന്താണ് അതിനെ ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ആണ് സ്റ്റിഗ്മ. ലൈറ്റ് സെൻസിറ്റിവിറ്റിക്കുള്ള ഒരു സ്ട്രക്ചർ ആണ് സ്റ്റിഗ്മ. പിന്നെ അതിന് കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. കൺട്രാക്ടൈൽ വാക്യൂള് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫോർ ഓസ്മോ റെഗുലേഷൻ. വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും എക്സസ് വാട്ടറിനെ കളയാൻ വേണ്ടിയിട്ടും എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കൺട്രാക്ടൈൽ വാക്യൂള്. വെള്ളത്തിലാണല്ലോ ജീവിക്കുന്നത്, അപ്പം അതിന്റെ ബോഡിയിൽ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ കൺട്രാക്ടൈൽ വാക്യൂള്. പിന്നെ എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട് ഫോർ പ്രൊപ്പൽഷൻ ഇൻ വാട്ടർ. വാട്ടറിലുള്ള അതിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ഉണ്ട് അതിന്, ഫ്ലജെല്ല. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ പിക്ചറിൽ കണ്ടില്ലേ ഗ്രീൻ കളർ അല്ലത്, ഗ്രീൻ കളറിലല്ലേ കാണുന്നത്. ഗ്രീൻ കളറിൽ കാണാൻ കാരണം എന്താ? അതിന് ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് അത് ഗ്രീൻ കളറിൽ കാണുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ്, ഈ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്താണ് എന്തുണ്ടാവുക? ക്ലോറോഫിൽ ഉണ്ടാവുക. അതാണ് ഈ ഗ്രീൻ കളറ്, യുഗ്ലീനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഈ ക്ലോറോഫില്ല് ഉള്ളതുകൊണ്ട് തന്നെ അതിന് എന്തിനു സാധിക്കും? ഫോട്ടോസിന്തസിസ്. ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ഫോട്ടോസിന്തസിസ്, they carry out photosynthesis, so they can synthesize their own food, which is caused due to the presence of chloroplast. ക്ലോറോഫില്ലും ക്ലോറോപ്ലാസ്റ്റും ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയും. സോ ദേ ആർ സീൻ ഇൻ ഗ്രീൻ കളർ. പിന്നെ റീപ്രൊഡക്ഷൻ ഇസ് ബൈ ബൈനറി ഫിഷൻ. അമീബിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബൈനറി ഫിഷൻ വഴിയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഡയാറ്റംസ്. ഡയാറ്റംസ് ബോത്ത് ഫ്രഷ് സാൾട്ട് വാട്ടർ ആൻഡ് മോയിസ്റ്റ് സോയിൽ കാണും. ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, സാൾട്ട് വാട്ടറിലും കാണുന്നുണ്ട്, പിന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലും കാണും. ഈ സ്ട്രക്ചർ ഉണ്ട്, അതാണ് ഡയാറ്റംസ്. ഇത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഇത് ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, സാൾട്ട് വാട്ടറിലും കാണുന്നുണ്ട്, മോയിസ്റ്റ് സോയിലും കാണുന്നുണ്ട്. പിന്നെ ദേ ആക്ട് ആസ് ഫുഡ് ഫോർ അക്വാറ്റിക് അനിമൽസ്. അക്വാറ്റിക് അനിമൽസിന് ഇതൊരു ഈ ഡയാറ്റംസ് അവരൊരു ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഡയാറ്റംസിന് അക്വാറ്റിക് അനിമൽസ് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഡയാറ്റംസ് ചെയ്ത് യൂണിസെല്ലുലാർ ആവാം, കൊളോണിയൽ ആയിട്ട് കാണാം, കുറെ കൂട്ടായിട്ട് കാണാം, ഫിലമെന്റസ് ആയിട്ട് കാണാം, ആൻഡ് occur in a wide variety of shapes. ഡയാറ്റംസ് ഇതിപ്പോ ഒരു ഷേപ്പ് ആണ്, ഇങ്ങനെ പല ഷേപ്പിലും ഡയാറ്റംസ് കാണും. ഇപ്പം യൂണിസെല്ലുലാർ ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെന്റസ് ഉണ്ട്, ഇങ്ങനെ. ആൻഡ് ദേ occur in wide variety of shapes. കുറെ ഷേപ്സിൽ കാണാൻ പറ്റും ഈ ഡയാറ്റംസ്. ഈച്ച് സെൽ ആസ് എ സിംഗിൾ പ്രോമിനന്റ് ന്യൂക്ലിയസ്. എല്ലാ സെല്ലിനും എന്തുണ്ട്? ഒരു സിംഗിൾ പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് പ്ലാസ്റ്റിഡ്സും ഉണ്ട്. പ്ലാസ്റ്റിഡ്സ് എന്ന് വെച്ചാല് ഫുഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാസ്റ്റിഡിനകത്താണ് എന്തുള്ളത്? കണ്ടെയ്ൻ പിഗ്മെന്റ് ലൈക്ക് ക്ലോറോഫിൽ ഒക്കെ ഉള്ളത് ഈ പ്ലാസ്റ്റിഡിനകത്താണ്. അപ്പം their own ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോസിന്തസിസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ് ഉണ്ട്, പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ദേ പ്രൊഡ്യൂസ് ഷെൽസ് കണ്ടെയ്നിങ് സിലിക്ക. ഈ സെൽ വാൾസിൽ എന്തുണ്ട്? ഡയാറ്റംസിന്റെ സെൽ വാൾസിൽ സിലിക്ക ഉണ്ട്. അത് സിലിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡയാറ്റംസ്. നെക്സ്റ്റ് ആണ് ആൽഗെ. ആൽഗയും ബിലോങ്സ് ടു എന്താണ്? പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടോക്ടിസ്റ്റ. ഈ കിങ്ഡത്തിലുള്ളതാണ് ആൽഗെ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ആൽഗേസ് ആണ്, ക്ലെമിഡോമോണസും സ്പൈറോഗൈറയും. ഈ ആൽഗെ യൂണിസെല്ലുലാറും ആകാം, മൾട്ടി സെല്ലുലാറും ആകാം. ലൈക്ക് ദിസ്. ഈ ക്ലെമിഡോമോണസിനെ കണ്ടത് ദിസ് ഈസ് യൂണിസെല്ലുലാർ ആണ്. പക്ഷെ ഇതാണ് സ്പൈറോഗൈറ. ഈ ആൽഗയാണ് സ്പൈറോഗൈറ, ഇത് മൾട്ടി സെല്ലുലാർ ആണ്. അപ്പം ആൽഗെ ക്യാൻ ബി യൂണിസെല്ലുലാറും ആകാം, മൾട്ടി സെല്ലുലാറും ആകാം. They prepare their food by photosynthesis as they contain chlorophyll. ഇതിന് രണ്ടിനും എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ആൽഗയ്ക്ക് എന്ത്? ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് തന്നെ they can prepare their food. അവർക്ക് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും ബൈ ഫോട്ടോസിന്തസിസ്.
ആരുടെ നമ്പറും ഇല്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. ഈ ക്ലാമിഡോമോണസിന്റെ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇവിടെ കാണില്ലേ, ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഈ ക്ലാമിഡോമോണസിന്റെ ക്ലോറോപ്ലാസ്റ്റ്. പക്ഷെ സ്പൈറോഗൈറയിൽ അതൊരു റിബൺ ഷേപ്ഡ് ആണ്. റിബൺ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് സ്പൈറോഗൈറിൽ കാണിക്കുന്നത്. പിന്നെ പൈറനോയിഡ്സ് ഉണ്ട്. ഇതിൽ രണ്ടിലും എന്തുണ്ട്? ഇതിൽ കാണില്ലേ ഈ യെല്ലോ കളർ, അതാണ് പൈറനോയിഡ്സ്. പൈറനോയിഡ്സ് സ്റ്റാർച്ച് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൈറനോയിഡ്സ് അതിന്റെ ഒരു പ്രോമിനന്റ്, ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പൈറനോയിഡ്. സ്റ്റാർച്ച് സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പൈറനോയിഡ്സ്. അപ്പം എന്താണ്? ഇതാണ് ക്ലോറോപ്ലാസ്റ്റും സ്പൈറോഗൈറയും. പിന്നെ സെൽ വാൾ ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് കാണാം, പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ക്ലാമിഡോമോണസിൽ എന്താണ്? കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. സ്പൈറോഗൈറയിൽ എന്താ? റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടാണ് കാണുക. ആൻഡ് രണ്ടിലും എന്തുണ്ട്? പൈറനോയിഡ്സ് ഉണ്ട്. പൈറനോയിഡ്സ് എന്ന് പറഞ്ഞാല് അതൊരു സ്റ്റാർച്ച് സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സീൻ ഇൻസൈഡ് ദി ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ആൽഗെ ക്യാൻ ബി യൂണിസെല്ലുലാർ ആകാം, മൾട്ടി സെല്ലുലാർ ആകാം. They can prepare their food by photosynthesis as they contain chlorophyll. പിന്നെ ഗ്രീൻ കളർ പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ ഉള്ളതുണ്ടല്ലോ. ക്ലോറോഫിൽ ഉള്ളത് എന്താണ്? ഗ്രീൻ ആൽഗേസ് ഒക്കെ എന്താണ്? ഗ്രീൻ കളറിലാണ് കാണുക. അപ്പം അത് ഗ്രീൻ പിഗ്മെന്റ് ആണ് അതിലുള്ളത്. ഇങ്ങനെ കുറെ ആൽഗെ പല പല കളറിലാണ് കാണാം. ബ്ലൂ പിഗ്മെന്റ്സ് ഉണ്ട്, ബ്രൗൺ പിഗ്മെന്റ്സ് ഉണ്ട്, റെഡ് പിഗ്മെന്റ്സ് ഉണ്ട്. ഇങ്ങനെ ബ്ലൂ പിഗ്മെന്റ് കാണുന്നത് ഫൈക്കോസാനിൻ ആണ്. ബ്ലൂ പിഗ്മെന്റ് കാണുന്നത് ആ പിഗ്മെന്റ് ആണ് ഫൈക്കോസാനിൻ. ഇപ്പൊ ഗ്രീൻ പിഗ്മെന്റ് ക്ലോറോഫിൽ ആണെന്ന് പറഞ്ഞില്ല, അതേപോലെ ബ്ലൂ കളറിലാണ് കാണണമെങ്കിൽ അതിലുള്ള പിഗ്മെന്റ് ഏതാ? ഫൈക്കോസയാനിൻ. ബ്രൗൺ പിഗ്മെന്റ് ആണെങ്കിൽ അതിലുള്ള പിഗ്മെന്റ് ഏതാ? ഫോക്കോസാന്തിൻ. റെഡ് പിഗ്മെന്റ് ആണെങ്കിൽ ഫൈക്കോ എരിത്രിൻ. റെഡ് കളറിലാണ് ആൽഗെ കാണുന്നുണ്ടെങ്കിൽ അതിൽ എന്താണുള്ളത്? ഫൈക്കോ എരിത്രിൻ. ബ്രൗൺ പിഗ്മെന്റ് ആണെങ്കിൽ ഫോക്കോസാന്തിൻ. റെഡ് പിഗ്മെന്റ് ആണെങ്കിൽ ഫൈക്കോ എരിത്രിൻ. ബ്ലൂ പിഗ്മെന്റ് ആണെങ്കിൽ ഫൈക്കോസയാനിൻ. അപ്പം ഏത് പിഗ്മെന്റ് ആണോ അതിലുള്ളത് അങ്ങനെ അതിനനുസരിച്ചായിരിക്കും ആൽഗെ കാണപ്പെടുക. അതിന്റെ കളർ അതിനനുസരിച്ച് ഇങ്ങനെ മാറും. ബ്ലൂ ആകാം, ഗ്രീൻ ആകാം, ബ്രൗൺ ആകാം, റെഡ് ആകാം. അപ്പം ഏത് പിഗ്മെന്റ് ആണോ അതിനനുസരിച്ച് ആൽഗേന്റെ കളറും വേരി ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ എന്താ പ്രോട്ടിസ്റ്റയിലുള്ള കുറച്ച് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ആൽഗേന്റെ യൂസ്ഫുൾനെസ്, ആൽഗേന്റെ യൂസസ് ആണ്. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞാല് നമ്മള് വാട്ടർ സർഫസിലൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഓർഗാനിസം ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഈ ഫിഷിനൊക്കെ ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ടൈപ്പ് ഓഫ് ആൽഗെ ആണ്. അത് ഈ വാട്ടറിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്ന ഓർഗാനിസം ആണ്. അത് ഫിഷസിനൊക്കെ ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ചില ആൽഗേസ് ഒക്കെ എന്താണ്? വൈറ്റമിൻ എ ആൻഡ് ഇയിലൊക്കെ റിച്ച് ആണ്. റിച്ച് സോഴ്സസ് ഓഫ് വൈറ്റമിൻസ് എ ആൻഡ് ഇ ആണ്. പിന്നെ മെനി മറൈൻ ഫോംസ്, കടലിൽ കാണുന്ന മെനി മറൈൻ ഫോംസും ദേ ആർ ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് അയോഡിൻ, പൊട്ടാസ്യം ആൻഡ് അതർ മിനറൽസ്. എന്തുണ്ട്? അയോഡിനും പൊട്ടാസ്യം അതർ മിനറൽസ് ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ആൽഗയില്. ബ്ലൂ ഗ്രീൻ ആൽഗെ ഇൻക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോയിൽ ഫെർട്ടിലിറ്റി ബൈ ഫിക്സിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്തിട്ട് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയാറ്റംസ്, നേരത്തെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ല ഡയാറ്റംസ്, അതിന്റെ സെൽ വാള് സിലിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സിലിക്ക എന്താവും? ആഫ്റ്റർ ദെയർ ഡെത്ത് ഇത് ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യും. ആൻഡ് ഇത് ഈ സിലിക്കേഷ്യസ് ഡെപ്പോസിറ്റ്സ് കുറെ ആവുമ്പോ കുറെ കൂടി എന്താവും? ഇതിങ്ങനെ ഇങ്ങനെ പോകുമ്പോ എന്താവും? നന്നായിട്ട് ഇങ്ങനെ കൂടി ഇതിന്റെ ഡെപ്പോസിറ്റ്സ് എന്താവും? ഡയാറ്റമേഷ്യസ് എർത്ത്. അത് കൂടി ഉണ്ടാവുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്.
അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫിൽട്ടർ, നമ്മള് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിലൊക്കെ യൂസ് ചെയ്യും. ഇതിൽ സിൽക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഡയറ്റനേഷ്യസ് എടുത്ത് ഫിൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പെയിന്റ്സിൽ യൂസ് ചെയ്യും. വാർണിഷസിൽ ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ആൽഗേന്റെ യൂസസ്. അപ്പം പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടോട്ടിസ്റ്റ കിങ്ഡം ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം ഫംഗൈ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്നിപ്പോ സമയം 8:45 അടുത്ത ക്ലാസ്സിൽ നോക്കിയാ പോരെ? മിസ്സിന് നോട്ട്സ് ഇട്ട് തരുമോ മിസ്സേ? എന്ത്? നോട്ട്സ് ഇന്ന് ഇട്ട് തരുമോ? ഇത് ഷെയർ ചെയ്താ പോരെ ഈ PPT? ഓക്കെ. ഇത് പോരെ നോട്ട്സ് ആയിട്ട്? ഇത് ഞാൻ ഷെയർ ചെയ്യാം. ഇത് മറ്റേത് കൂടി കഴിഞ്ഞിട്ട് മതിയോ അതോ ഇതിനെ ഇന്നിടണോ? ഒന്നിച്ചായാലും മതി മിസ്സേ. ഒന്നിച്ചിട്ട് തരാം. എന്നാ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുതരാം. അതാവും നല്ലത്. അല്ലെങ്കിൽ ഇന്ന് വേണോ? വേണമെങ്കിൽ ഇന്ന് ഇട്ടുതരാം. ഇന്ന് സെൻഡ് ചെയ്യോ? എന്നാ അത് ഇന്ന് അയക്കാം. മറ്റേത് പിന്നെ അത് വേറെ PPT ആയിട്ട് വേറെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലിങ്ങനെ സിമ്പിൾ ആയിട്ട് പോയിന്റ്സേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിക്കലില്ലേ? ടെക്സ്റ്റ് എന്തായാലും വായിക്കണം കേട്ടോ. എന്നാൽ എക്സാം ഒക്കെ എഴുതുമ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതാൻ കിട്ടുള്ളൂ. ഇതിലിപ്പോ സിമ്പിൾ പോയിന്റ്സ് ആക്കിയിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കൂടെ വൃത്തിക്ക് പഠിക്കണമെങ്കിൽ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് ഒക്കെ നിങ്ങളെ കയ്യിലില്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ ടെക്സ്റ്റ്? ഉണ്ട് മാഡം. യെസ് മാം. എന്നിടത്തൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇന്ന് സ്പീഡ് കൂടുതലൊന്നും ഉണ്ടായിരുന്നോ? സ്പീഡ് കഴിഞ്ഞ പ്രാവശ്യം സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്ലോ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് സ്പീഡ് കൂടുതലുണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് മനസ്സിലായില്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നോ ഡൗട്ട്. നിങ്ങൾ എല്ലാരും ഞാൻ കണ്ടില്ല. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കോ? ഫസ്റ്റിൽ കുറച്ച് പേരെ ഓൺ ആക്കിയിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനാണ്. നിങ്ങളൊക്കെ സ്ഥലം എവിടെ? മലപ്പുറം. ആരാ മലപ്പുറം പറഞ്ഞത്? ഞാനാ. പേരെന്താ? ലുബയ്യ. മലപ്പുറം എവിടെയാണ്? കൂട്ടിലങ്ങാടി. ഞാൻ പെരിന്തൽമണ്ണാണ്. നമ്മൾ അടുത്തടുത്താണ്. മായ ആരാ? മായ എവിടെ? കേൾക്കണില്ലല്ലോ. പത്തനംതിട്ട. മിനി മാം ഞാൻ പാലക്കാട്. എവിടെ? പാലക്കാട്. പാലക്കാട്. റഹീമ എവിടെയാണ്? പെരിന്തൽമണ്ണ പുലാമന്തോൾ അറിയാം? അറിയാം. അവിടെ തന്നെ. അടിപൊളി. ആയിഷ പൊന്നാനി. കൊറേ പേര് ലെഫ്റ്റ് അടിച്ച് പോയോ? കുറെ പേര് പോയി.
അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. നെക്സ്റ്റ് ഓക്കെ ക്ലാസ് താങ്ക് യു മാഡം. ബുധനാഴ്ച കേട്ടോ, വെനസ്ഡേ. നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. ഇന്നത്തെ ഞാനിത് ഓക്കെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് എന്തായാലും വായിക്കണം. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ചെറിയ പോയിന്റ്സ് ഞാൻ പറയാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ താങ്ക് യു മിസ്സേ. അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം, ഗ്രൂപ്പിലോ പേഴ്സണലി ഒക്കെ ചോദിക്കാം. ടെക്സ്റ്റ് വായിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വായിക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു മിസ്സേ. ഓക്കെ എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.
എൻഡ് കൊടുക്കണോ? എൻഡിങ് മീറ്റിംഗ് ഫോർ ഓൾ